സഭാരാധനയിൽ സംബന്ധിക്കുന്ന വാത്സല്യ സഹോദരന്മാരെ നിങ്ങൾക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹമോനകളെ അറിയിക്കുക. നമുക്കൊരുമിച്ച് കർത്തൃസന്നിധിയിൽ ഇങ്ങനെ കൂടി വരുവാനും, പ്രത്യേകിച്ച് ഈ വർഷത്തെ അവസാനത്തെ ഞായറാഴ്ച കർത്താവ് നടത്തിയ വിശ്വസ്തതയോർത്തും ജീവനോട് നമ്മളെ ശേഷിപ്പിച്ച ദൈവത്തിൻ്റെ വലിയ കൃപയോർത്തും ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇങ്ങനെ തരുന്ന നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിൻ്റെ മഹത്വകരേറ്റു. ഇന്നലെ രാത്രി നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ വചനം, ഈ ദിവസങ്ങളിൽ കർത്താവിന് നമ്മളോട് ഇടപെടാനുള്ള ദൈവത്തിൻ്റെ വചനം ഒരു പ്രാവശ്യം കൂടെ ഞാനിവിടെ വായിക്കും. ഇന്നലെ വൈകിട്ടില്ലാത്തവരായ അനേകം ആൾക്കാർ ഇന്ന് ഈ പ്രഭാതത്തിലൂടെ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളാണ് കുറിവാക്യമായിട്ട് വായിച്ച് ചിന്തിച്ച് വരുന്നത്. ഒരു പ്രാവശ്യം കൂടെ ആ 3 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. നിങ്ങൾ ബൈബിൾ തുറന്ന് ഗലാത്യലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 24, 25, 26 വാക്യങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിന് വിളിച്ചു അന്യോന്യം അസൂയപ്പെട്ടുകൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. വീട്ടുജനനം എന്നാൽ എന്താ എന്നുള്ളതും, ദൈവസഭയെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഉദ്ദേശത്തിൽ എന്താ എന്നുള്ളതും പൊതുവെ മനുഷ്യർക്ക് വ്യക്തതയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വീട്ടും ജനനവും രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ ഒറ്റ വാക്കിൽ സാധാരണ ഒരു വിശ്വാസിയോട് ചോദിച്ചാൽ പറയും, എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് നരകത്തിൽ പോകണ്ട, ഞാൻ സ്നാനപ്പെട്ടു. സ്വർഗത്തിലേക്കുള്ള ഒരു എൻട്രൻസ് ടിക്കറ്റ് പോലെയാണ് സ്നാനം പലരും കാണുന്നത്. പൊങ്ങുക, കയറുക, കർത്തൃമേശ അനുഭവങ്ങളുണ്ട്. ഐ വാണ്ട് ടു ഗോ ടു ഹെവൻ, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു ഹെൽ. ഹെൽ, ദ സ്കേറി പിക്ചർ ഓഫ് ഹെൽ. അങ്ങനെയാ പലപ്പോഴും പ്രസംഗകർ തന്നെ അതിനെ ആവിഷ്കരിക്കുന്നത്. കണ്ടു കെട്ടുന്ന സമയത്തൊക്കെ തോന്നുന്നു, അപ്പൊ പുഴുവോട്ട് എന്തോ വായിക്കോ, അവിടെ പോണോ മക്കളെ, അവിടെ പോണോ, വേട്ട സ്വർഗത്തിൽ പോകണം, എന്തോ ചെയ്യണം, കൈ പൊക്കണം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ടം പോകണം. സഭയെന്ന് പറയുന്നത് എന്താ? പലർക്കും സഭയെന്ന് പറയുന്നത് ഒരു സോഷ്യൽ എൻറ്റിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഒരു ദേശത്തേക്ക് നമ്മൾ കടന്നു വരുന്നു. ഇപ്പൊ ഇങ്ങനെ ഒരു പ്രദേശത്തേക്ക് നിങ്ങൾ വന്നു, ഒരു കൂട്ടായ്മ വേണ്ടേ ബ്രദറെ? എന്തോ ഈ കൂട്ടായ്മ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാധാരണഗതിയിൽ നമ്മളൊരു വീട് മാറ്റത്തിന് സമയം നമ്മുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ കുറച്ച് ആൾക്കാർ വേണം, നമ്മളെ സഹായിക്കാൻ വേണ്ടി, ജോലിയോട് ബന്ധത്തിൽ വരുമ്പോഴാണെങ്കിൽ ഒന്ന് കൈത്താങ്ങൽ തരാൻ വേണ്ടി ഒരു കൂട്ടായ്മ വേണ്ടേ? ഒരു കൂട്ടായ്മ വേണം. കൂട്ടായ്മയ്ക്കാണ് ദൈവസഭ. ഞാൻ ഈ പറഞ്ഞ 2 കാര്യങ്ങളും യാഥാർത്ഥ്യമാണ്. നിങ്ങൾ അവരോരെ തന്നെ ശോധന ചെയ്യുമ്പോൾ വീട്ടും ജനനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനും, സഭയെന്ന് പറയുന്നത് കേവല ഒരു കൂട്ടായ്മയ്ക്കുമുള്ള ഇടമായിട്ടാണ് പൊതുവെ കണ്ടുവരുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ച ഒരു സഭ വഴുതിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 13, 14 അധ്യായങ്ങളിൽ വളരെ ശക്തമായ ഒരു ശുശ്രൂഷ ഗലാത്യ പ്രവേശിയിൽ പൗലോസിനുണ്ടായി. എന്താണ് താൻ പ്രസംഗിച്ചത്? ദൈവവചനം ശക്തിയോടെ യേശു കർത്താവിനെ ഉയർത്തി പാപമോചനത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചും വീണ്ടും ജനനത്തെക്കുറിച്ചുമൊക്കെ താന് ഈ ഗലാത്യ പ്രവേശിയിൽ പ്രസംഗിച്ചു. അനേകർ രക്ഷിക്കപ്പെട്ടു, രോഗികൾ സൗഖ്യമായി, ഉടത്തപ്പാർ എഴുന്നേറ്റു നടന്നു. അനുഗ്രഹീതമായ ഒരു സഭ ആ ദേശത്തിൽ രൂപം കൊണ്ടു. എന്നാൽ ചില മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ, വർഷങ്ങൾ കഴിഞ്ഞില്ല, 30 വർഷമായില്ല. മാസങ്ങൾ കഴിഞ്ഞപ്പോ ഈ സഭ സ്ഥാപിച്ച അപ്പോസ്തലനായ പൗലോസ് ഈ സഭയെ, ഗലാത്യ സഭയെ നോക്കുമ്പോ തനിക്കുണ്ടായ 3 വികാരങ്ങൾ നമ്മൾ ഇന്നലെ രാത്രി ചിന്തിച്ചു. രാത്രി വന്നവർ എന്നോടൊപ്പം ഒന്ന് പറയാമോ, എന്തൊക്കെയാ അപ്പോസ്തലനിൽ കാണുന്ന ഫീലിങ്സ്? വാട്ട് ഈസ് ഹിസ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ ചർച്ച്? 1-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, താൻ ആശ്ചര്യപ്പെട്ടു, ഇത്ര വേഗത്തിൽ നിങ്ങളെ വിളിച്ചവരെ വിട്ട് മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു എന്ന് പൗലോസ് പറയുന്നു. 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു,
ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത്. എന്ത് അധ്വാനമാണിത്? കെട്ടിടം പണിയുന്ന അധ്വാനമല്ല. എന്ത് അധ്വാനമാണിത്? ലിഫ്റ്റ് കൊടുത്ത അധ്വാനമല്ല. രാത്രിയിലും പകലിലും വചനത്താൽ അവരെ പോഷിപ്പിച്ച ഉപദേശത്തിന്റെ ഒരു അധ്വാനം താരാദേശത്ത് ചെയ്തു. പൗലോസ് പറയുന്നത്, എന്റെ അധ്വാനമെല്ലാം വെറുതെ ആയി എന്ന് ഞാൻ ഭയപ്പെടുന്നു. 20 വാക്യത്തിൽ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. ആശ്ചര്യപ്പെട്ട പൗലോസ്, വിഷമിക്കുന്ന പൗലോസ്, ഭയപ്പെടുന്ന പൗലോസ്. പ്രിയ ദൈവമക്കളെ, ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ ജീവനോട് ശേഷിപ്പിച്ചത് കർത്താവിനെ ഒന്നുകൂടെ ഹല്ലേലൂയ പറഞ്ഞു പോകാനല്ല, ഹല്ലേലൂയ പറഞ്ഞ് ബാഹ്യമായ പ്രകടനങ്ങൾക്കല്ല കർത്താവ് നമ്മളെ ജീവനോട് ശേഷിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. നിത്യതയ്ക്ക് പോകുന്നതിന് തടസ്സമായി, നിത്യരാജ്യത്തിന് തടസ്സമായി, നിത്യജീവനെ ദുർബലപ്പെടുത്തുന്ന എന്തെങ്കിലും ചിന്താധാര നമ്മളിൽ ഉണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനത്താൽ അതിനെ വെളിപ്പെടുത്തി തരുവാനാണ്, ഒരു തിരുത്തലിന് വേണ്ടിയാണ് കർത്താവ് നമ്മളെ ജീവനോട് ശേഷിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. പലപ്പോഴും നമുക്കത് തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ജീവനോട് ഇരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഭർത്താവിന് വേണ്ടി നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടിയും ഇങ്ങനെ നമ്മൾ ജീവനോട് ഇരിക്കുന്നതെന്നാണ്. കോവിഡ് ടൈമിൽ അനേകർ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരു ദൈവഭക്തനായ മനുഷ്യനോടൊരു ഇന്റർവ്യൂ ഒരാൾ ചോദിച്ചു, why so many people are taken away, even people who are godly, ദൈവത്തെ സ്തുതിക്കുന്നവർ, ആരാധിക്കുന്നവർ, വിശുദ്ധരായവർ, നമ്മളെക്കാട്ടിൽ എത്രയോ ഭക്തർ, എത്രയോ പൈനിയേഴ്സ്, എത്രയോ മിഷണറീസ് കോവിഡ് നിമിത്തം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു അല്ലേ? ഈ ഭക്തനായ മനുഷ്യനോട് ചോദിച്ചു, എന്താ പാസ്റ്റർ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? സങ്കീർത്തനം 91 ഇല്ലേ? മറ്റു പല ഭാഗത്തില്ലേ രോഗം വരത്തില്ല, വ്യാധി വരത്തില്ല, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? പാസ്റ്റർ തിരിച്ചു പറഞ്ഞൊരു ഉത്തരം ഇതാണ്, I don't know why they are taken away, but we should know why we are left behind. എന്തുകൊണ്ടാ നമ്മളെ ഈ കോവിഡ് എടുത്തോണ്ട് പോകാഞ്ഞതെന്ന് ചിന്തിക്കണം നമ്മൾ. ആ എടുത്തോണ്ട് പോകാഞ്ഞത് കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കാനല്ല, കുറച്ചുകൂടെ ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാനല്ല, കുറച്ചുകൂടി ഉന്നത വിദ്യാഭ്യാസത്തിനോ ഉന്നത ജീവിത നിലവാരത്തിനോ അല്ല നമ്മളെ ശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ വിശുദ്ധമായി നമ്മൾ കാണപ്പെട്ട് ദൈവരാജ്യത്തേക്ക് ഒരു ശബ്ദമായി തീരാൻ, ഒരു സാന്നിധ്യമായി തീരാനാണ് ദൈവം നമ്മളെ എല്ലാവരെയും ശേഷിപ്പിച്ച് 2025 അവസാനം കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ആത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നു, നമ്മളെ ഓരോരുത്തരെ നോക്കി സ്വർഗത്തിന് ഈ പറഞ്ഞ ഭയവുമുണ്ട്, വിഷമവുമുണ്ട്, ആശ്ചര്യവുമുണ്ട് ഈ ദിവസങ്ങളിൽ. Why this person is not changed yet? എത്രയോ ശോധനകൾ വന്നിട്ട്, എത്രയോ ദൈവത്തിന്റെ കരിപ്രവർത്തികൾ ജീവിതത്തിൽ വ്യക്തമായി കണ്ടിട്ട് ഇന്നും പാട്ടുകാരൻ പറയുന്ന പോലെ ജീവിതം ഇന്നും ശരിയായിട്ടില്ലയോ, ജീവിപ്പിക്കുന്ന ആത്മനാഥനെ എന്നിലേക്ക് വന്ന് എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് ഇന്നും എത്താ പ്രാർത്ഥിക്കാത്തത് ഒരു ആശ്ചര്യം കൊണ്ട് സ്വർഗത്തിൽ നമ്മളെ നോക്കി. ഒരു ഭയമുണ്ട്, മുങ്ങിപ്പൊങ്ങിയെങ്കിലും നിത്യത നഷ്ടപ്പെടുമോ എന്നൊരു ഭയം സ്വർഗത്തിന് നമ്മളെ നോക്കുമ്പോ ഉണ്ട്. നിങ്ങൾ ആ പദം ഒന്ന് കാണണം. ഈ 1:6 വാക്യത്തിലെ ഇത്ര വേഗത്തിൽ എന്നുള്ള പദം നിങ്ങളൊന്ന് പരിചയപ്പെടണം. എന്താ ഇവിടെ പൗലോസ് പറയുന്നത് അറിയാമോ? ഇത് എവിടുന്ന് കിട്ടി ഈ വാക്യം, ഈ വാക്ക്? നിങ്ങൾ ഇത്ര വേഗത്തിൽ മറ്റൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞു പോകുന്നത് ഇതെവിടുത്താ ഈ പദം വരുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടും പുറപ്പാട് പുസ്തകം 32:8, ആവർത്തന പുസ്തകം 9:12 ഇതെവിടുന്നാണെന്ന് ചോദിച്ചാൽ മോശ മുകളിലോട്ട് കയറിപ്പോയപ്പോൾ താഴെ ഇത്ര വേഗത്തിൽ കാളക്കുട്ടിയെ ഉണ്ടാക്കിയതിന്റെ വാക്കാണ്, പശ്ചാത്തലമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേൾക്കണം, പുറപ്പാട് പുസ്തകം 32:8 ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ എടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചേർന്ന് വായിക്കണം. ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി.
ആവർത്തന പുസ്തകം 9:12 അപ്പോൾ യഹോവ എന്നോട്, നീ എഴുന്നേറ്റ് ക്ഷണത്തിൽ ഇവിടെ നിന്ന് ഇറക്കി ചെല്ലുക. നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കി ഞാൻ അവരോട് കൽപ്പിച്ച വഴി വേഗത്തിൽ അവർ വിട്ടുമാറി. പ്രിയ ദൈവമക്കളെ, വേഗത്തിൽ ദൈവത്തിന്റെ വഴി വിട്ടുമാറുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഈ ഗലാത്യ ആൾക്കാർ എന്തോ ചെയ്തു എന്നാ നമ്മൾ ഈ പറയുന്നത്. എന്തുകൊണ്ടാ പൗലോസ് റെസ്റ്റ്ലെസ് ആയി പറയുന്നത്? എന്റെ അധ്വാനമെല്ലാം വെറുതെ ആയിപ്പോയി, ഞാൻ ഭയപ്പെടുന്നു, ഞാൻ ആശ്ചര്യപ്പെടുന്നു. വാട്ട് വെന്റ് റോങ്? അവിടെ സഭയില്ല. ഇപ്പൊ നമ്മൾ സാധാരണ അസ്വസ്ഥതപ്പെടുന്ന എപ്പോഴും ചോദിച്ചാൽ എംപ്റ്റി ചെയർസ് നമ്മുടെ നടുവിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അയ്യോ പഴയ അനുഭവം അല്ല, എല്ലാവരും കൂടെ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആരാധനയിൽ നിന്ന് ഇത്ര ആൾക്കാർ പോയി, ഇത്ര കുടുംബങ്ങൾ പോയി, നമുക്ക് ആശ്ചര്യവും ഭയപ്പാടും ഒക്കെ ഉണ്ടാവും. ഗലാത്യയിൽ പൈനിയർ ചെയ്ത പോലെ തന്നെ ആൾക്കാർ ഇരുപോട്ട്. അന്നസഖ്യ കുറഞ്ഞില്ല, ആരാധനയുടെ ശബ്ദം കുറഞ്ഞില്ല, ബൈബിൾ റെഫറൻസ് വായിക്കുന്നത് കുറഞ്ഞില്ല, ബൈബിൾ ക്വിസിന്റെ സമ്മാനങ്ങൾ കുറഞ്ഞില്ല. ഇതെല്ലാം അതുപോലെ പോയപ്പോഴും അഗ്നിജ്വാലക്കത്തെ കണ്ണുള്ളവർ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ നിലവുകളും അവസ്ഥകളും കണ്ടു ദൈവങ്ങളെ. സാധാരണ ഒരു കർത്തൃദാസരാണേലും നമ്മൾ പരിചയിച്ചിരിക്കുന്ന പല ആൾക്കാരും നമ്മളെ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മൾ താമസിക്കുന്ന ഭവനത്തിന്റെ വലുപ്പത്തിലാണ്, നമ്മൾ ഓടിക്കുന്ന വാഹനത്തിന്റെ ബ്രാൻഡിലാണ്, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിന്റെയോ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന രാജ്യത്തിന്റെയോ നിലവാരത്തിലാണ് നമ്മുടെ ആത്മീകതയെ പലരും അളക്കുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കണം, എവിടെ താമസിക്കുന്നു എന്നുള്ളതല്ല, ഏത് ഭവനത്തിലാണ് നിങ്ങൾ ഇപ്പോ പാർക്കുന്നത്, ഏത് വട്ടി ഓടിക്കുന്നു എന്നുള്ളതൊക്കെ കണ്ട് സ്വർഗത്തിന്റെ അഭിപ്രായം മാറത്തില്ല. സ്വർഗം നമ്മളെ നോക്കുന്നത് ഒരു മനുഷ്യന്റെ ഏകാഗ്രതയെ ദൈവം നോക്കുന്നു. നമ്മുടെ ഉൾമനുഷ്യരിലെ ജീവനും ഏകാഗ്രതയുമാണ് കർത്താവ് ഇന്ന് പകലും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിലും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഒരു വലിയ ഭാരമാണ് തോന്നുന്നത്. മറ്റുള്ളവർ നമ്മളെ നോക്കി പറയാത്ത നഗ്നമായ യാഥാർത്ഥ്യം ഈ ദിവസങ്ങളിൽ വചനത്തിലൂടെ നമുക്ക് കേൾക്കണം. കർത്താവേ, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ നഗ്നനാണ്, ഞാൻ കുരുടനാണ്, എനിക്ക് പെന്തിക്കോസ്ത് പാരമ്പര്യം ഉണ്ടെങ്കിലും ഞാൻ ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിട്ടില്ല എന്നൊരു നിലവിളി നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നാൽ അത് യഥാർത്ഥ ഉണർവിന്റെ ദിവസങ്ങളായി സ്വർഗം രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്. ഗലാത്യ ആൾക്കാർ എന്തോ കാണിച്ചെന്നായി പറയുന്നത്. ഇത്ര വലിയ ബാഡ് ബോയ്സ് ആയി മാറാൻ എന്താ പൗലോസ് പറയുന്നത്? എന്റെ അധ്വാനം വെറുതെ ആയി പോയി, ഇതെല്ലാം വെറുതെ ആയി. ആശ്ചര്യം, നിങ്ങൾ കാളക്കുട്ടിയെ ഉണ്ടാക്കി. എന്ത് കാളക്കുട്ടി അവരുണ്ടാക്കി? 5-ാം അധ്യായം നമ്മൾ ചിന്തിക്കുകയാണ്. 5-ാം അധ്യായത്തിൽ ആവർത്തിച്ച് പൗലോസ് പറയുന്നത് ആരെ കുറിച്ചാണെന്നറിയാമോ? 5-ാമത്തെ വാക്യത്തിൽ ആദ്യം പറഞ്ഞു തുടങ്ങുന്നു. നോക്കണം, ചാപ്റ്റർ 5:5. ഞങ്ങളോ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള പ്രത്യാശ നിവർത്തിയെ അഥവാക്ക് ആത്മാവിനാൽ കാത്തിരിക്കുന്നു. ഈ ലേഖനത്തിന്റെ അവസാനമായപ്പോ ഓരോ 4-5 വാക്യങ്ങൾ ഇടവിട്ട് പറയുന്നത് എന്തിനെ കുറിച്ചാണെന്നറിയാമോ? പരിശുദ്ധ ആത്മാവ്. ആത്മാവിനാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു പ്രത്യക്ഷതയെ. പൗലോസ് പറയുക, നിങ്ങൾ മറിഞ്ഞുപോയി എന്ന് പറഞ്ഞാൽ പുറമെ കാണുന്ന ഒരു മറിഞ്ഞുപോക്കല്ല ഇത്. ഉള്ളിൽ നിന്ന് പ്രത്യാശ നഷ്ടപ്പെടുന്നതിനെയാണ് കാളക്കുട്ടിയെ ഉണ്ടാക്കി മറിഞ്ഞുപോയി എന്ന് പറയുന്നത്. ഈ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ, പരിശുദ്ധാത്മാ ഒരുവനിൽ വന്നാൽ അവനിൽ എന്ത് നടക്കുമെന്ന് ഇന്നത്തെ ആധുനിക പെന്തിക്കോസ്ത് സമൂഹത്തോട് ചോദിച്ചാൽ നമ്മൾ പറയാൻ സാധ്യത അന്യഭാഷ കിട്ടുമെന്നാ. അന്യഭാഷ ഉള്ളതാണോ? 100%. ആത്മാവിന്റെ നിറവിന്റെ പ്രത്യക്ഷ അടയാളമാണ് അന്യഭാഷ അടയാളത്തോടെ ദൈവത്തെ സ്തുതിക്കുകയായിട്ടുള്ളത്. ഇന്ന് പലർക്കും അത് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.
പലരും ഇത് മാനുഫാക്ചർ ചെയ്ത് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ പറയുന്നത് കേട്ട് പറയുന്നവരുണ്ട്. ഇനി യൂത്ത്സിനോടൊക്കെയുള്ള ബന്ധത്തിൽ ഞാൻ കാണുന്നത് സാധാരണ പലയിടങ്ങളിലും യൂത്ത് മീറ്റിങ്ങിന് അന്യഭാഷ കിട്ടാത്തവരാരൊക്കെയുണ്ട് കൈ ഊക്കിപ്പിക്കും, മുമ്പിലോട്ട് വരിക. അവരെ ഒന്ന് ഉടക്കി ഒന്ന് പുഷ് ചെയ്ത് പുള്ളി ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അവർ പുറകിൽ മാതാപിതാക്കൾ നിൽക്കുന്നു, നീ ഇന്ന് പറയാതെ ഇങ്ങോട്ട് വരല്ലേ തിരിച്ച്. ഫ്രണ്ടിൽ നിൽക്കുന്ന ആൾ പറയുന്നു, നീ ഇന്ന് പറയാതെ ഞാൻ നിന്നെ വിടത്തില്ല. ഇതിന്റെ ഇടയ്ക്ക് അവരെന്തോ പറയും. പലരും നമ്മൾ ഉടൻ തന്നെ നമ്പർ എടുക്കും, പറയുന്നത് എത്ര പേര് അഭിഷേകം കിട്ടി. അഭിഷേകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ 2 വാക്ക് ഇവരെ കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ളത് മാത്രമാ സാധാരണ ഒരു വ്യക്തിയെ മനസ്സിലിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഈ 2 വാക്കുകൾ പറയുന്ന പലരെയും കാണാം, പ്രത്യാശമുള്ളവർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ത് പ്രത്യാശയുടെ കാര്യമാണ് പറയുന്നത്? കർത്താവ് വരുമ്പോൾ പോകാം എന്നുള്ള ആ കാര്യമല്ല. ഓരോ ദിവസവും ആത്മനിയന്ത്രിതമായ ജീവിതമുള്ള ഒരാൾക്ക് will this day be my last day? I want to be with my Jesus who came and died for me എന്നുള്ളൊരു ഡെസ്പറേറ്റ്നെസ് ആ വ്യക്തിയിൽ കാണും. പൗലോസ് പറയുക ഗലാത്യ സഭയെ നോക്കി, നിങ്ങൾ ഇത്ര വേഗം നിങ്ങളെ വിളിച്ചവരെ വിട്ട് മറ്റൊരു സുവിശേഷം സുവർഗിയാൽ അത് ഏത് സുവിശേഷമാണ്? ഏത് സുവിശേഷമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏതാ യഥാർത്ഥ സുവിശേഷം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏതാ യഥാർത്ഥ സുവിശേഷം? യഥാർത്ഥ സുവിശേഷം മനസ്സിലാകണമെങ്കിൽ പേജ് 1 തിരിച്ച് കൊലോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ? ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്. അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ഏവരും ഒന്ന് ശ്രദ്ധിക്കണം. കൊലോസ്യ ലേഖനം 1:3 സുവിശേഷത്തിന്റെ, ഞാൻ എന്റെ ബൈബിളിൽ അടുത്ത വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത വാക്ക് എത്താ? സുവിശേഷത്തിന്റെ സത്യവചനത്തെ. സുവിശേഷത്തിനകത്ത് മറ്റൊരു സുവിശേഷവും തിരുവിക്കെട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ എന്താ ഉള്ളത്? സുവിശേഷത്തിന്റെ സത്തെന്ന് പറയുന്നത് എന്നാ ദൈവമക്കളെ? സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി പൗലോസ് ഇവിടെ പോയിട്ടില്ല സഭയിൽ. എപ്പാഫ്രാസ് എന്ന് പറഞ്ഞ ഒരു പാസ്റ്റർ അവർക്കുള്ളത്. പൗലോസ് അവരെ ഓർമ്മപ്പെടുത്തുക, സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസവും സ്നേഹവും. അപ്പൊ എന്താ യഥാർത്ഥ സുവിശേഷത്തിലൂടെ ഒരു വ്യക്തിക്ക് ലഭിച്ചത്? എന്താ ലഭിച്ചതെന്ന് ചോദിച്ചാൽ ഭയങ്കര പ്രത്യാശ. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളിൽ രക്ഷിക്കപ്പെടാത്ത ഒരാളിന്റെ അവസ്ഥ എഴുതിക്കൊണ്ട്, രക്ഷിക്കപ്പെടാത്ത ഒരാളുടെ അവസ്ഥ എന്തുവാ വിവരിക്കുന്നത്? സാമ്പത്തിക ഞെരുക്കം, ഭയങ്കര പ്രശ്നമാ, ജോലി പ്രശ്ന. ഇതൊന്നും അല്ല രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവരണം. രക്ഷിക്കപ്പെടാത്ത ഒരാളെ വിവരണം, സുവിശേഷത്തിൽ വിശ്വസിക്കാത്ത ഒരാളെ വിവരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പൗരത്വത്തോട് സമ്മതമില്ലാത്തവൻ, പ്രത്യാശയില്ലാത്തവൻ, വാഗ്ദത്ത നിവർത്തി ഇല്ലാത്തവൻ. സുവിശേഷത്തിലൂടെ എന്ത് കിട്ടി? നമുക്കെല്ലാവർക്കും സുവിശേഷത്തിലൂടെ എന്ത് കിട്ടി? കിട്ടിയ ഏറ്റവും വലിയ കാര്യം ഒരു വലിയ പ്രത്യാശ നമുക്ക് കിട്ടി. ആ പ്രത്യാശ എന്താ? Nothing will go wrong എന്നുള്ളതല്ല പ്രത്യാശ. ആ പ്രത്യാശ എന്താ? ശരീരത്തിൽ രോഗം വരത്തില്ല എന്നുള്ളതല്ല പ്രത്യാശ. എന്താ പ്രത്യാശ? ഈ ജോലി മറ്റുള്ള കാര്യങ്ങളെല്ലാം ക്രിസ്തുവിനെ അറിഞ്ഞാൽ മതി, everything will go well. അതല്ല പ്രത്യാശ. ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്ക് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ അത് കൂടുതലായി ചിന്തിക്കും. നമ്മൾ ആശ്ചര്യപ്പെടേണ്ടത് നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തപ്പോഴാണ്. അത് യേശുവാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. യഥാർത്ഥമായി യേശുവിനെ അനുഗമിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തിൽ പ്രതിസന്ധികൾ, നിരാശകൾ, പരിഹാസങ്ങൾ, വിടക്കുന്ന അവസ്ഥകൾ ഉണ്ടായിരിക്കും. അതിന്റെ നടുവിൽ സുവിശേഷം എന്ന് പറഞ്ഞാൽ എനിക്കൊരു പ്രത്യാശ. എന്ത് പ്രത്യാശ? സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. എന്റെ പ്രാണപ്രിയൻ വരാറായി, ഞാൻ പോകും എന്നുള്ളൊരു പ്രത്യാശ.
2025 അവസാന ദിവസങ്ങളിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഉള്ളിലെ ഏറ്റവും വലിയ സന്തോഷം തരുത്തുന്ന വസ്തു എന്ത് കാര്യമാ? നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോ, നമ്മൾ ഉപവസിക്കുമ്പോ, പ്രാർത്ഥിക്കുമ്പോ ഈ ആത്മപരമാനുമായുള്ള ബന്ധം മുറിക്കുന്ന ഒന്നും എന്നിൽ വരരുതേ. എനിക്ക് കാഴ്ചമില്ലാത്തവനായി പോകണമേ. ഇതാണോ അതോ? കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുക പാസ്റ്ററെ. 2025 നടന്നില്ലേലും എനിക്കറിയാം. 2026 6 മാസത്തിന് മുമ്പ് നടക്കുമെന്ന് എനിക്കറിയാമോ? എന്തായാലും കുറെ ഭൗതിക കാര്യങ്ങളാണോ നമ്മുടെ തലയ്ക്ക് പിടിച്ചിരിക്കുന്നത്? പൗലോസ് പറയുക, എനിക്ക് ആശ്ചര്യമാ നിങ്ങളെ വിളിച്ചവരെ വിട്ട് മറ്റൊരു സുവിശേഷം എന്ന് പറഞ്ഞാൽ 5:5 കാണുന്നത്, ആത്മാവിനാൽ ഞങ്ങൾ കാത്തിരിക്കുക പ്രത്യാശയ്ക്ക് വേണ്ടി. എന്നാൽ നിങ്ങളിൽ ആ പ്രത്യാശ ഇപ്പൊ കാണുന്നില്ല. പ്രത്യാശ കാണാതിരിക്കാൻ ഉണ്ടായ കാരണം എന്താ? 5:16, 5:18, 5:25 ഈ വാക്യങ്ങളെല്ലാം നമുക്കൊന്ന് വായിക്കണം വേഗത്തിൽ. 5:5 ഫസ്റ്റ് പറയുക, ആത്മാവിനാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു. 5:16 പറയുക, ആത്മാവിനെ അനുസരിച്ച് നടത്തി, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. ആത്മാവിനാൽ ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് 5:5 പറയുന്നു. 5:16 പറയുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ജഡത്തിന്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കുകയില്ല. അപ്പൊ ഈ പ്രത്യാശ കളയുന്ന കാര്യം എന്താ യഥാർത്ഥത്തിൽ? വീട്ടിൽ ജനിച്ചൊരു വ്യക്തി, ആത്മാവിനാൽ ജനിച്ചൊരു വ്യക്തി ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ മാത്രമേ പ്രത്യാശയിൽ പുതുക്കം പ്രാപിച്ച് കാത്തിരിക്കാനൊക്കത്തുള്ളൂ കർത്താവിന്റെ വരവിനായി. ആത്മാവിനാൽ ജനിച്ചൊരു വ്യക്തി, നമ്മൾ എന്താ ആ 17 വാക്യത്തിൽ കാണുന്നത്? ജഡാഭിലാഷവും ഉണ്ട്, ആത്മാഭിലാഷവും ഉണ്ട്. ആത്മാഭിലാഷം എന്താ? വീണ്ടും ജനിച്ചൊരു വ്യക്തിയിൽ സുവിശേഷത്തിന്റെ വിത്ത് വീണു. ആത്മാഭിലാഷം എന്ന് പറയുന്നത്, എനിക്കെന്റെ യേശുവിനെ. നമ്മളത് പാടും. ആരോ പറഞ്ഞ പോലെ, കർത്താവേ വേഗം വരണേ എന്ന് പറഞ്ഞ് അടുത്ത ശ്വാസത്തിൽ പറയും, ഇപ്പൊ വരില്ലേ? അല്ലെ പറയുന്ന പ്രിയനോടൊപ്പമുള്ള വാസം അത് എത്ര സുന്ദരമാ. നമ്മോട് പോണോ? അയ്യോ വേണ്ടായേ. ഇങ്ങനൊരു വിരോധാഭാസം. ഒരു വശത്ത് പറയുന്നു പ്രത്യാശ ഉണ്ടെന്ന് പറയുന്നു, പക്ഷെ ഗലാത്യ ആൾക്കാർക്ക് ചില മാസങ്ങൾ എടുത്തോട്ടു ആത്മാവിന്റെ നിറവിൽ നിന്നു, ആത്മസാന്നിധ്യത്തിൽ നിന്നു. ഞാൻ ചോദിക്കട്ടെ, അവരുടെ കയ്യടി കുറഞ്ഞോ? ഗലാത്യ ആൾക്കാരുടെ കയ്യടി കുറഞ്ഞോ? നിങ്ങൾ എന്തോ വിചാരിക്കണോ? നമ്മള് ഈ ഗലാത്യ സഭയിൽ പോയായിരുന്നെങ്കിൽ അവിടത്തെ ആരാധന കണ്ടാൽ നമുക്ക് അറിയാൻ ഒക്കുവോ? അയ്യോ ഇവരുടെ ആത്മീയമൊക്കെ പൊക്കോണ്ടിരിക്കുക എന്ത് കയ്യടിയിൽ അറിയാൻ ഒക്കുവോ? ഞാൻ ഇന്ന് പ്രഭാതത്തിൽ ഒരു പാട്ടിന്റെ വരി ഇങ്ങനെ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പാട്ടിന്റെ വരി നിൽക്കെല്ലാം അറിയാവുന്ന വരിയാ. ആരാധിപ്പാൻ നമുക്ക് എത്തുവാ, കൈകൊട്ടിപ്പാടാനേറെ വാരണമുണ്ട്. എന്താ അടുത്ത വാക്കി പറയുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിക്കാനുള്ള കാരണമായി താട്ടുള്ള വരികളിൽ വരുമ്പോ പറയുക, കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി, ഒരിക്കലും വെളുത്ത ഒരു സാധനം ഒരിക്കലും ഉയരില്ല എന്ന് നനച്ചു. എന്റെ നിലവുകൾ ദൈവം. ഞാനിപ്പോ നിങ്ങളുടെ കയ്യടിക്ക് പ്രസക്തിയല്ല കേട്ടോ, ഒരു കാര്യം കാണിച്ചു തരും. ആരാധന പലപ്പോഴും എവിടെ ഇരിക്കുന്നത്? ആരാധന പലരുടെയും എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാ, എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതിയെന്ന് പറയുമ്പോ 2025 തുടക്കത്തിൽ ഉണ്ടായിരുന്ന നിന്റെ ഭയമെല്ലാം ഇപ്പൊ മാറിയെന്ന് പറയുമ്പോ നമുക്ക് വലിയ സന്തോഷം. ആരാധന പലർക്കും എന്താണെന്ന് ചോദിച്ചാൽ,
എന്തോ ഭൗതികമായത് കിട്ടിയതിനോടുള്ള പ്രതികരണമോ കിട്ടാനുള്ള പ്രതികരണമോ ഉണ്ടാ. മറ്റേ ആ പഴയ പാട്ടിൽ പറയുന്നത് അപ്പോസ്തലർ രാത്രികാലെ ആരാധിച്ചപ്പോ ചങ്ങല കൂട്ടി വെടിയുന്നതരല്ല. ഇപ്പൊ എന്തൊരു ആരാധന! 2025 അവസാനമായതിന് എന്തൊരു ആരാധന! പാസ്റ്ററെ, എനിക്ക് ആരാധിക്കാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്താ? എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി. പിന്നെ കാൽ വഴുതുവാൻ, പിന്നെ ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു തിരിഞ്ഞോട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്ക് എങ്ങനെ ആരാധിക്കാതിരിക്കാൻ ഒക്കും? അടുത്ത വരികൾ പറയുന്ന ഉറ്റോരും ഉടിയോരും ഒക്കെ തെളിക്കാത്തു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചു, പക്ഷെ നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. പലരുടെ ആരാധന എന്തിലായിരിക്കുന്നത് ചോദിച്ചാൽ, എന്റെ നിലവുകൾ മാറ്റി എനിക്ക് ഉയർച്ച തന്നു, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ ഉയർച്ച നിലവ് മാറാത്ത ആളിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് അപ്പോസ്തലർ രാത്രികാലം ആരാധിച്ച പോലെ ഞാനിന്ന് ആരാധിച്ച്, അതിന്റെ കൂടെ ഒരു വാക്കുകളുണ്ട് നമ്മുടെ ഇടയിൽ, വിധത്തിൽ ഏറ്റെടുക്കാൻ പോയ പ്രിയ ദൈവങ്ങളെ. എത്താ പുസ്തക പ്രകാരമുള്ള ആരാധന, ആത്മനിറവിന്റെ ആരാധന എന്താ? ഭൗമികമായത് എന്തെങ്കിലും ലഭിച്ചതിനോടുള്ള ആഹ്ലാദ പ്രകടനമല്ല പുസ്തകത്തിലെ ആരാധന. ഈ ലോകത്തിൽ എന്തെങ്കിലും കിട്ടാനുള്ള കൊടച്ചിലല്ല കയ്യടി. എന്നെ രക്ഷിച്ച യേശുവിനെ ഓർത്ത് മാനസാന്തരവും വിടുതലും നൽകി നിരപ്പ് തന്ന ദൈവത്തെ, വീണ്ടെടുത്ത ദൈവത്തെ, പ്രത്യാശ വന്ന ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യനായ ഞാൻ വന്നിരിക്കുക. അപ്പാ, ഇതിനെനിക്ക് യോഗ്യതയില്ല, നിത്യ പ്രത്യാശ എന്നിൽ തരാനായി ഞാൻ എത്തുന്നു കർത്താവേ എന്ന് ഹൃദയം പങ്കിടുന്നതല്ലേ ആരാധന. അതുകൊണ്ടല്ലേ റോമാലേഖനം 12 പൗലോസ് പറയുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ, കയ്യടിയിലല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി നിങ്ങൾ അർപ്പിക്കണേ. എപ്പോ? ഞായറാഴ്ച മാത്രമല്ല, 24 മണിക്കൂറും ജോലി സ്ഥലത്തിലും യാത്ര ചെയ്യുമ്പോഴും രക്ഷിച്ച യേശുവിനെ ആത്മാവിനാൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ, ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ, ആത്മാവിന് ഇഷ്ടമില്ലാത്തൊരു നിലവെനിക്ക് വേണ്ട, ആത്മാവിന്റെ ഇഷ്ടമില്ലാത്തൊരു ഉയർച്ച എനിക്ക് വേണ്ട. ലോകപ്രകാരം ഉള്ളതിൽ അതിൽ ആസ്വാദിക്കാതെ ആത്മീക നിലവാരത്തെ കാണാനുള്ള ഒരാത്മനിർവൃതി. പൗലോസ് ഗലാത്യ ആൾക്കാരോട് പറയുക, യു സ്റ്റാർട്ടഡ് വെരി വെൽ. ആത്മാവ് കൊണ്ട് നിങ്ങൾ തുടങ്ങി, 3-ാം വാക്യം. പക്ഷെ നിങ്ങൾ ജഡത്തിലാണോ സമീപിക്കുന്നത്? എന്താ ജഡത്തിൽ സമീപിക്കുക എന്ന് പറഞ്ഞാൽ? പ്രത്യാശ ഇല്ലാതെ. പ്രത്യാശം വർണ്ണുന്നു 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പി, എന്നാൽ നിങ്ങളെ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല. അപ്പൊ രക്ഷിക്കപ്പെട്ട ഗലാത്യ ആൾക്കാരുടെ ഉള്ളിൽ എന്തോ കേറി വന്നു മാസങ്ങൾ കഴിഞ്ഞപ്പോ, ജഡത്തിന്റെ മോഹം. 18-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ. അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ പഠിക്കണം. എന്താ ഇനി അർത്ഥം? ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല എന്ന് പറയും. എന്നിട്ട് 5:25 വാക്യത്തിൽ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണമെന്ന് പറയും. ജഡീകമായി ആത്മാവിനെ കൊണ്ട് തുടങ്ങിയവർ ജഡത്തിൽ സമീപിക്കുന്നു എന്ന് പറഞ്ഞ 5-ാം അധ്യായം 19 മുതൽ ഒരു ലിസ്റ്റ് ഉണ്ട്. 4 കാറ്റഗറി കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. ആത്മാവിന്റെ 5:19 ജഡത്തിന്റെ പ്രവർത്തികളോ. ആദ്യത്തെ മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത് സെക്ഷുവൽ സിൻസ. ആദ്യം പറയുന്നത് ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാരം. ആദ്യത്തെ 3 കാര്യം. അത് കഴിഞ്ഞിട്ട് അടുത്തതായി പറയുന്ന 2 കാര്യങ്ങൾ റിലീജിയസ് സിൻസ. എന്തൊക്കെയാ നോക്കിയേ, ശ്രദ്ധിച്ചേ. വിഗ്രഹാരാധന, ആഭിചാരം. അപ്പൊ ഇതെല്ലാം നമുക്ക് സാധാരണഗതിയിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. ആദ്യത്തെ 3 കാര്യങ്ങൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം. ആത്മാവിനെ പ്രാപിച്ചൊരു വ്യക്തി
സെക്ഷൽ ഇമ്മോറാലിറ്റി ചെന്ന് വീടുക എന്നോ അതൊന്നും ഒക്കത്തില്ല, ദുർബലപ്പുകാരന് കർത്തമേശ കൊടുക്കല്ലോ ബാസ്. ആത്മാവിനാൽ നയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഈ ജഡത്തിന്റെ അഭിലാഷങ്ങളിലെ കീഴ്പ്പെട്ട അവസ്ഥയിൽ ജീവിക്കുന്ന ഒരാളെ വിശുദ്ധമായ ദൈവസഭയിൽ വെച്ചോണ്ടിരിപ്പാൻ സാധിക്കുകയില്ല. ഒന്നിയിൽ ആ വ്യക്തി മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ കുളിപ്പിക്കും. ഇത് നമ്മൾ വെളിയിൽ നിന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നില്ല. വെളിയിൽ നിന്ന് കാണുമ്പോൾ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, പക്ഷെ ആരെ ഉള്ളിലേക്ക് ആർക്ക് കാണാം? പരിശുദ്ധാത്മാവിനെ കാണാം. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ആശ്ചര്യപ്പെടുന്നു, നിങ്ങളുടെ പാട്ടിന്റെ സ്വരം കുറഞ്ഞതിലല്ല, നിങ്ങളുടെ ഭജന ശുശ്രൂഷ കുറഞ്ഞതിലല്ല, ആത്മാവിനാൽ തുടങ്ങിയിട്ട് വിശുദ്ധ ജീവിതം നയിക്കാത്തവർ നിങ്ങളുടെ ഇടയിൽ കൂടി വരുന്നതിൽ ഞാൻ ആശ്ചര്യപ്പെടുന്നു, ഞാൻ ഭയപ്പെടുന്നു. എന്റെ അധ്വാനം വെറുതെ ആയി പോയോ, ഞാൻ വിഷമിക്കുന്നു എന്ന് പറയാൻ കഴിയും. ദൈവസഭയെ ഒരു കാര്യം തിരിച്ചറിയണമേ, ഈ ദൈവസഭയുടെ ആരോഗ്യം എന്ന് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന അംഗസഖ്യല്ല. ഇതിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് ബാങ്കിൽ കിടക്കുന്ന അസറ്റ് അല്ല. ഈ ചർച്ചിന്റെ ഹെൽത്ത് എന്ന് പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ വെമ്പർക്കൊള്ളുന്ന ഒരു കൂട്ടമാണ് ഇന്ന് മകൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇതൊരു ഹെൽത്തി ചർച്ച എന്ന് നമ്മളല്ല സ്വർഗ്ഗം പറയും. ദിസ് ഈസ് എ ഹെൽത്തി ചർച്ച്. വാത്സല്യ സഹോദരന്മാരെ, വാത്സല്യ സഹോദരന്മാരെ, ഈ വർഷത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ അടുത്തു വന്നിരിക്കുന്നു. ആത്മാവിനാൽ തുടങ്ങിയിട്ട് ഫോണിലോ ബന്ധങ്ങളിലോ ദൈവത്തിന് ചേരാത്തതായി അശുദ്ധമായത് ഇന്ന് പകൽ കിടപ്പുണ്ടെങ്കിൽ ലാസ്റ്റ് വാർണിംഗ് ആയിട്ട് കാണണമേ, ആത്മാവിന്റെ കരം ഭാരമാകുന്നതിന് മുമ്പ് മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് വിശുദ്ധിയിലേക്ക് മുടങ്ങി വരണം. ഇല്ലെങ്കിൽ ആത്മാവ് ദുഃഖിക്കുന്നു, പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. വേറൊരു വ്യക്തിയെ പോലെ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫോൺ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ ബന്ധങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയാൽ, രഹസ്യ പാവങ്ങളിൽ മുഴുകിയിരുന്നാൽ, ഇതൊന്നും മനുഷ്യർക്ക് അറിയത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. ഇത് കാണുന്ന സ്വർഗമുണ്ട്. ആത്മാവിനെ തുടക്കിയെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തിന്റെ അഭിലാഷങ്ങളെ തോൽപ്പിക്കുന്നതാ ആത്മാവിന്റെ ജീവിതം. ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ബലഹീനരായി സാധിക്കുന്നതിനെ കേൾക്കണം. ഈ മോഹങ്ങളെ തോൽപ്പിക്കാനായി, ജഡത്തിന്റെ അഭിലാഷങ്ങളെ കാൽ കീഴാക്കാൻ വേണ്ടിയാ ആത്മാവ് നമ്മളിലോട്ട് ഇറങ്ങി വന്നിരിക്കുന്നത്. സാധാരണ പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയാർക്കും കാണാനേ പറ്റില്ല, അല്ലേ? പക്ഷെ നമ്മുടെ മൊബൈലെത്തുന്ന ഒറ്റ ഡിവൈസ് ഹൃദയത്തിന്റെ ഒരു വലിയ പ്രതികരണം. നമ്മുടെ മൊബൈലുകള് പാസ്വേഡോ യാതൊന്നും കൂടാതെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാൻ ഒക്കുമോ എന്ന് ഇരിക്കുന്ന എല്ലാവരും ഇന്നത്തെ ദിവസം ചോദ്യം ചെയ്യണം. ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ആത്മീകതയ്ക്ക് ഒരു പ്രശ്നം വന്നേനേമോ. സ്വന്തം വൈഫ് അറിയാത്ത ഒരു പാസ്വേഡ്, സ്വന്തം ഹസ്ബൻഡിന് പോലും അറിയാത്ത ഒരു പാസ്വേഡ്, ഒരു ഒളിപ്പ്. ഇന്നത്തെ ദിവസം കേൾക്കണമേ, ആത്മനിറവെന്ന് പറഞ്ഞാൽ കയ്യടിയിൽ മാത്രമല്ല അത് അറിയുന്നത്. ആത്മനിറവുള്ള ഒരാളെ കാറ്റസിൽ അറിയാം, ആ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കഥ. ആ വ്യക്തിയുടെ സെർച്ച് ഹിസ്റ്ററിയിൽ അറിയാം, ഹിസ്റ്ററി യൂട്യൂബിൽ എടുക്കുമ്പോൾ അറിയാം, ഇൻസ്റ്റാഗ്രാമിൽ കയറിയ വെബ്സൈറ്റ് ആ പേജസ് നോക്കിയാൽ അറിയാം ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണോ ജനമാണോ എന്ന് അറിയാൻ കൂടുതലൊന്നും ചെയ്യുന്ന നമ്മളുമായി തടുത്തിടപെടുന്നവർ നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റസ് നോക്കിയാൽ അറിയാം നിത്യതയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണോ നമ്മളെന്നാ. ആദ്യത്തെ 3 കാര്യം സെക്ഷൽ ഇമ്മോറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത 2 കാര്യം ആഭിചാരവും വിഗ്രഹാരാധനയും പറയുന്നു. എന്നിട്ട് 8 കൂട്ടം കാര്യങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികൾ ഇവർ ആത്മാവിനാൽ തുടങ്ങി ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നില്ല എന്ന് പറയാൻ കാര്യം. സെക്ഷൽ സിൻസ് വന്നു, റിലീജിയസ് സിൻസ് വന്നു, അടുത്ത 8 കൂട്ടം കാര്യങ്ങൾ. നമ്മളത് വലിയ കാര്യമായിട്ട് എടുക്കുന്നതല്ല. പക്ഷെ പൗലോസ് ഈ
വിഗ്രഹാരാധന ആഭിചാരവും രണ്ടെണ്ണേ പറയുന്നത്. നമുക്ക് വിഗ്രഹാരാധന ആഭിചാരവും മന്ത്രവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വീട് പൊളിക്കാൻ വരെ നിൽക്കും. അങ്ങനെ വീട് പൊളിച്ചവരെ എനിക്കറിയാം, വീട് വിട്ടുപോയവരെ എനിക്കറിയാം. ടൈലെല്ലാം കൂടെ ഇറക്കി ആരോ പറഞ്ഞു ഇതിന്റെ വീട്ടിലെന്തോ ഇരിപ്പുണ്ട്, നമ്മൾ അതിന്റെ പുറകെ പോകും. ഞാൻ വിശ്വസിക്കുന്നത് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തി, ആത്മനിറവിൻ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി വീട് വിട്ടു പോകേണ്ട കാര്യമില്ല. ദൈവശക്തിയാ കാക്കപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ പിശാചിന് ആ അധികാരങ്ങൾക്ക് തൊടുവാൻ കഴിയുകയില്ലെന്നാണ് ഞാൻ ബൈബിളിൽ മനസ്സിലാക്കുന്നത്. ആത്മനിറവിൻ ജീവിതം ജീവിക്കുന്ന ഒരാള്, പ്രത്യാശയിൽ ജീവിക്കുന്ന ഒരാള്, ജഡ അഭിലാഷങ്ങളെ തോൽപ്പിക്കുന്ന ഒരാള്, പിശാചിന് ഇടം കൊടുക്കാത്ത ഒരാള്, പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല എന്ന വചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ നമ്മൾ പേടിക്കേണ്ട 8 കൂട്ടം കാര്യങ്ങൾ ആത്മാവിനാൽ തുടങ്ങിയിട്ട് ജഡത്തിൽ സമീപിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ 8 കൂട്ടം കാര്യങ്ങൾ എന്ന് അറിയാമോ? പക, പിണക്കം. 2025 അവസാന ഞായറാഴ്ചയാ കർത്താവ് നമ്മളെ കേൾപ്പിക്കുന്നു. നിത്യതയിലേക്ക് പോകാൻ തടസ്സമായുള്ള ഒരു 8 കൂട്ടം കാര്യങ്ങളിൽ ഫസ്റ്റ് ആണ് പക. ആ വ്യക്തിയുടെ പേര് കേൾക്കുമ്പോഴേ നമുക്ക് വേറെ എന്തെങ്കിലും പറയാം, അവനെ കുറിച്ച് എന്നോട് പറഞ്ഞേക്കല്ലേ. ഇതാരാ ഈ വ്യക്തി? ഇന്ന് കർത്താവ് വന്ന പോകാനിരിക്കുന്ന ആളാ. പന്ത്യാകാശത്തിക്കൽ മണിപ്പന്തലിൽ ഇത് തുടങ്ങുമ്പോഴേ പക്ഷെ ഉള്ളിൽ പക, പിണക്കം. പ്രിയദൈവങ്ങളെ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഞാൻ ഇന്നലെ ഒരു കാര്യം ഓർപ്പിച്ചു. നിങ്ങളിൽ ആരെയും എനിക്ക് അറിയത്തില്ല എന്നുള്ളതാണ് ഈ ശുശ്രൂഷയിൽ എനിക്ക് സ്വാതന്ത്ര്യം തരുന്ന ഏറ്റവും വലിയ. അറിയാവുന്ന ഇടങ്ങളിൽ പോകുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടായിരിക്കും പറയുക, നിങ്ങളെ കുറിച്ച് ആരെ കുറിച്ചും എനിക്കറിയത്തില്ല. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും അന്യോന്യം സംസാരിക്കാത്തവരായി ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അത് ആത്മാവിന്റെ പ്രവൃത്തി അല്ല. നിങ്ങളെ പോത്ത് ജഡം കയറിരിക്കുക. എന്ത് കാരണമാണെങ്കിലും ഒരേ സ്വർഗത്തിലേക്ക് പോകാനാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ഈ വർഷത്തിന്റെ അവസാന യോഗങ്ങളിൽ നിരപ്പിന്റെ യോഗങ്ങളായി ഇത് മാറണം. അവിടെ യഥാർത്ഥ ഉണർവായി പിണക്കം പാർത്തു, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ അവിടെ നിർത്തിയിട്ട് 26-ാം വാക്യത്തിൽ പിന്നെ അസൂയെ തുടങ്ങി അടുത്ത 3 ലിസ്റ്റാണ് പറയുന്നത്. എന്നിട്ട് ലാസ്റ്റ് കാറ്റഗറി ആയിട്ട് പറയുന്നു ആൽക്കഹോൾ റിലേറ്റഡ്. ഇതൊക്കെ ഒത്തിരി പറയണമെന്നുണ്ട്, ഇപ്പൊ പറയുന്നില്ല, സമയം കഴിയുന്നു. മദ്യപാനം, വെറുക്കൂത്ത്. നമ്മുടെ വാർത്തയിലിരിക്കുന്ന നമ്മുടെ ആളുടെ ജീവിതത്തിൽ ഇല്ലാത്ത കാര്യമാണ് ഈ മദ്യപാനവും വെറുക്കൂത്ത് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. എന്നാൽ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു വലിയ പെന്തിക്കോസുകാരൻ എന്നോട് ചോദിച്ചു, കേട്ടോ ഫ്ലൈറ്റ് കയറി തരും തൊട്ട് പോകുമ്പോ അപ്പൊ ഏതെങ്കിലും വാക്യമുണ്ടോ നമ്മൾ മദ്യപിക്കരുതെന്ന്. എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറയുക, ഗലാത്യ ലേഖനത്തിലെ ഒരു വാക്യം ഞാൻ കണ്ടു, പക്ഷെ ആ മദ്യപാനി എന്ന് പറയുന്നതിന്റെ മൂലപദത്തിന്റെ അർത്ഥം മദ്യത്തിൽ മുങ്ങുന്ന ആയിരുന്നല്ലേ. ഞാൻ പറഞ്ഞു, ഏത് ഗ്രീക്ക് പദമാണ് വായിച്ചത്? ഞാൻ ഇന്ന ഗ്രീക്ക് ഞാൻ പറഞ്ഞു, ഗ്രീക്ക് ബൈബിൾ ഞാനൊന്ന് തുറന്നോട്ടെ. അവിടെ ഡ്രങ്കൺ എന്നല്ല എഴുതിയിരിക്കുന്നത്, ഡ്രിങ്കിങ് എന്ന് തന്നെ എഴുതിയിരിക്കും. അങ്ങനെ അല്ലേ? ഇതെല്ലാം പെന്തിക്കോസിൽ 3ഉം 4ഉം തലമുറയിലുള്ള ആൾക്കാരാണ്. എവിടോ സംഭവിച്ചത് നമ്മളോട് ആൾക്കാർ പറയുന്നില്ല, എടാ കുഞ്ഞെ, എനിക്ക് നിന്നെ കാണുമ്പോ ആശ്ചര്യമാണ്, എനിക്ക് നിന്നെ കാണുമ്പോ വിഷമമാണ്, എന്റെ അധ്വാനമെല്ലാം വെറുതെ ആയി പോയോ എന്ന് ഞാൻ ഭയക്കുന്നു എന്ന് ദൈവസഭയോട് അറിയിക്കാനായി ഭക്തന്മാരായിട്ടുള്ളവർ, ആത്മനിറവിൻ ജീവിതം നയിക്കുന്നവർ നമ്മുടെ ഇടയിൽ കുറഞ്ഞുപോയി. പോകുന്ന വഴി അടിക്കുന്ന ഒരു സമയം. ഈ വർഷത്തിന്റെ അവസാനം ദൈവത്തിന് നമ്മളെ വിളിച്ച് നിർത്തി പറയാനുള്ളത്, പോകുന്ന വഴി അങ്ങ് പോകരുത്. ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട്, കർത്താവെ അടുത്തൊരു വർഷം എനിക്ക് തരുന്നുവെങ്കിൽ വിശുദ്ധിയോടെ മാത്രമേ ഞാൻ അതിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. എന്റെ ജീവിതത്തിൽ ക്രമീകരിക്കേണ്ട മേഖലകള് കണ്ടുണർന്ന് ക്ഷമ ചോദിക്കേണ്ട ആൾക്കാരോട് ക്ഷമ ചോദിച്ച് ഡിലീറ്റ് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് ഇനി ഒരു സ്മാർട്ട് ഫോൺ മാറ്റി ഒരു സാധാ ഫോൺ ഉപയോഗിക്കുന്നതൊക്കെ ചിലപ്പോൾ വാഗ്ദത്തം പറയായിരിക്കും.
വാഗ്ദത്തം ഇപ്പൊ ഉള്ളതുകൂടെ മാറ്റി വേറെ ആകാൻ പോകുന്ന സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ മുമ്പിൽ ഭക്തിയോടെ ജീവിക്കാൻ വേണ്ടി എന്ത് ക്രമീകരണം വരുത്തണമെങ്കിലും അത് ക്രമീകരിച്ച് ആത്മാവിനാൽ ഒരു കാത്തിരിപ്പോടെ ആത്മാവിനെ അനുസരിച്ച് നടന്ന് ജഡത്തിന്റെ ഇഷ്ടങ്ങളെ തോൽപ്പിച്ച് ആത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന് പറയുന്നു. ആത്മാവിനാൽ ജീവിക്കുന്നവൻ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണമെന്ന് പറയുന്നു. അങ്ങനാണെങ്കിൽ എന്റെ അവസാന 2 മിനിറ്റിൽ ഞാൻ ഇത് പറയട്ടെ. നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞായിരുന്നു. വീണ്ടും ജനനം എന്നുള്ളത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് അല്ല. വീണ്ടും ജനനം എന്നുള്ളത് വിശുദ്ധ ജീവിതത്തിനായുള്ള ഫസ്റ്റ് സ്റ്റെപ്പാ. വീണ്ടും ജനനം മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? വീണ്ടും ജനനം എന്നുള്ളത് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് അല്ല. വീണ്ടും ജനിച്ചവൻ വിശുദ്ധ ജീവിതത്തിനായിട്ടാണ് വചനത്താൽ അവൻ ജനിച്ചു വീണിരിക്കുന്നത്. അങ്ങനെങ്കിൽ സഭ എന്നുള്ളത് ഒരു സോഷ്യൽ എൻറ്റിറ്റി അല്ല, ഒരു ക്ലബിന് സമമായിട്ടുള്ള കാര്യമല്ല. പലർക്കും സഭ എന്നുള്ളത് നാട്ടിൽ പോയിട്ട് വരുമ്പോ ഒരു പുതിയ ഡ്രസ് ഉണ്ടെങ്കിൽ അതാ ഞായറാഴ്ച ഇറക്കണം. എന്നിട്ട് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ മാറി ചിലപ്പോ ഇങ്ങനെ ഒരു ലോക്കൽ സാധാരണ ഒരു സൺഡേ ഇറക്കത്തിൽ ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്ത് മാക്സിമം ഒന്ന് ശ്രമിക്കും ഇതെല്ലാരെയും ഒന്ന് കാണിക്കത. തിരിച്ചു പോകുന്ന വഴി ആരും നമ്മളോടൊന്നും ചോദിച്ചില്ലേ, അത്തിരിക്കുന്ന ഭർത്താവിനോടോ അല്ലെ ഭർത്താവ് ഭാര്യയോട് എന്തോ കൊള്ളത്തില്ലയോടി. അന്ന് പോയതിന്റെ ഏക ഉദ്ദേശം 4 പേര് ഇങ്ങോട്ടൊന്ന് ചോദിച്ചു, ഇതെവിടെ തൈമിസ, ഇത് നല്ല കാറാകലോടി കൊച്ചേ. ഇത് കേൾക്കാനാ വലിയ ചർച്ച വരുന്നത്. അവരുടെ ബെസ്റ്റ് ഡ്രസ് ഡിസ്പ്ലേ ചെയ്യണം. അവർ മോശക്കാരല്ല, അവര് നല്ല വണ്ടി, നല്ല ബൂടിയോ, നല്ല കുഞ്ഞുങ്ങളും എല്ലാം നമ്മള് ഒരു സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടിയാ പലരും ചർച്ചിനെ ഉപയോഗിക്കും. യഥാർത്ഥത്തിൽ ദൈവസഭ എന്താണെന്നറിയാം, വിശുദ്ധന്മാരുടെ കൂട്ടമാണ്. ക്ലബല്ല. നമ്മുടെ ഒരു ഫ്ലാറ്റ് മാറുമ്പോ നമ്മുടെ ലഗേജ് സഹായിക്കാൻ വേണ്ടിയുള്ളതല്ല ചർച്ച്. അതിനുവേണ്ടി കേരള സമാജത്തെ കിട്ടും, അതിനുവേണ്ടി സോഷ്യൽ ക്ലബിനെ കിട്ടും. സഭയെ നമുക്ക് അതിന് ആവശ്യമില്ല. നമ്മുടെ വണ്ടി ഇപ്പൊ നാട്ടിൽ പോയപ്പോ ഓരുണ്ടാക്കി തരാൻ സഭക്കാരെ ആവശ്യമില്ല. സഭക്കാരിലേക്ക് നല്ല അയൽവക്കൊണ്ട് അവരുണ്ടാക്കി തരാം. ഒരു സഭ എത്തിനാണെന്ന് ചോദിച്ചാൽ അശുദ്ധമായിട്ടുള്ള ഒരാൾ അതിനകത്തോട്ട് കയറി വരുമ്പോ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ അവരെ തിരിച്ചറിയണം. ഞാൻ മാറുന്ന മേഖലയുണ്ട്. അന്യോന്യം പണിയാൻ വേണ്ടിയാണ് ദൈവസഭയെ വെച്ചിരിക്കുന്നത്. തിരിച്ചറിയുന്നുണ്ടോ? ഈ സഭയിൽ ഒരാൾ വന്ന് കയറുമ്പോ ആ വ്യക്തിക്ക് പാപബോധം ഉണ്ടാകണം. ആ വ്യക്തി പറഞ്ഞിട്ട് പോകുന്നത് നല്ല പാട്ടായിരുന്നു എന്നല്ല, ആ വ്യക്തി പറഞ്ഞിട്ട് പോകേണ്ടത്, കർത്താവ് ഇന്നത്തെ ദിവസം ഈ കുറവിനെ കാണാൻ എനിക്ക് സാധിച്ചു. അത് ആരിലൂടെ സാധിച്ചു? തൊട്ടപ്പുറത്തിരിക്കുന്ന വ്യക്തിയുടെ ആത്മീയത നമ്മളിലേക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട് വരണം. അതിനാണ് ദൈവനാളെ ഓരോരുത്തരെയും ഈ ദേശത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. മറ്റൊരുവന്റെ നിത്യത നമ്മൾ നിമിത്തം തകർക്കുകയല്ല വേണ്ടിയത്, വേറൊരുവനെ നിത്യതയിൽ എത്തിക്കാൻ വേണ്ടി നമ്മുടെ കൂട്ടായ ശ്രമമാണ്. അതാണ് ദൈവത്തിന്റെ സഭ, അതാണ് യേശുവിന്റെ ശരീരം, അതാണ് ദൈവത്തിന്റെ മന്ദിരം, അതാണ് ദൈവത്തിന് വേണ്ടി ഒളിക്കപ്പെട്ട മണവാട്ടി സഭയെ കേൾക്കണം. നിങ്ങളുടെ സംസാരം കൊണ്ട് വിശുദ്ധി മറ്റുള്ളവരിലേക്ക് വന്ന് പതിക്കട്ടെ. നിങ്ങളുടെ ജീവിത ശൈലി കൊണ്ട് മറ്റുള്ളവൻ അശുദ്ധിയെത്താനെന്ന് ബോധ്യം വരട്ടെ. ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും പറഞ്ഞു നിർത്താം. ഇന്ന് പലർക്കും ജഡം കേറി വരുന്നത് എവിടെ നിന്നാണെന്നറിയാവോ? ജഡ സ്വഭാവങ്ങൾ, ജഡത്തിന്റെ ഇച്ഛകൾ കേറുന്നത് കൂടിവരവരാത് വരുമ്പോഴാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. തൃപ്തിയോടെ ഒരു വണ്ടി ഓടിക്കുന്നു, ആള് കണ്ടന്റാ, ആ വണ്ടി ഓടിക്കുന്നതിൽ കണ്ടന്റായിട്ടിരിക്കുക. സഭയ്ക്കകത്തോട്ട് വന്നു സഭയുടെ ഒരു വിശ്വാസിയുടെ കമന്റ്, നിനക്ക് ഈ പഴഞ്ച സാരം മാറ്റാൻ സഭയായില്ലേ?
എന്തോ സംഭവിച്ചു? അപ്പം സഭയെ വന്നിരിക്കുന്നവന്റെ അകത്ത് കേറി. എന്തോ കേറി? അവനെ പോലെ ഇരിക്കുക. അവൻ വണ്ടി മാറ്റി. ഇനി ആൾക്കാർ പറയുന്ന ലോട്ട് ഓഫ് പ്രഷർ ഫ്രോം വേർ? പ്രഷർ ഫ്രോം മൈ ഫെലോ ബിലീവർ ടു ചേഞ്ച് ഫ്ലാറ്റ്, ടു ചേഞ്ച് കാർ. ഇതിനെല്ലാം ഒരു ആത്മീക പരിവേഷവും കൊടുക്കും. തൃപ്തിയോടിരിക്കുന്നവനെ ഇളക്കും. തൃപ്തിയോട് അവൻ സിംഗിൾ ബെഡ്റൂമിൽ ഇരിക്കുക. പക്ഷേ അവനോട് ചെന്ന് പറയും, മോനെ ഞങ്ങളും ഇങ്ങനൊക്കെ ആയിരുന്നു ആദ്യം, നീ പ്രാർത്ഥിക്കണോടാ മോനെ, 2026 ദൈവം നിനക്കൊരു വഴി ഒരുക്കും. ഈ വഴി ഇവന്റെ സമാധാനം കളഞ്ഞു. ഈ വഴി ഇവന് പ്രഷർ ഉണ്ടാക്കി. ഇതെല്ലാം എവിടുന്ന് കൊണ്ടുവന്നു? സഭ. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റൊരാളെ, ജനത്തിന്റെ ചിന്ത കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ? ഇന്ന് പകൽ, ഈ ഞായറാഴ്ച, അവസാന ഞായറാഴ്ച, ലുക്ക് ബാക്ക്, ടേൺ ബാക്ക്. ദിസ് ഹോൾ ഇയർ did you build your brother or did you disturb his contentment? ആ വ്യക്തിയുടെ ആത്മീയത തകർത്തോ പടിഞ്ഞോ? ഞാനിപ്പോ പറഞ്ഞ വാഹനത്തിന്റെയും 2 കാര്യമാ ഇതിനോട് ചേർത്ത് വെക്കുന്ന 100 കാര്യം. ആടക്കരയിലും ഈ ശാരദ ദുബൈയിൽ സന്തോഷത്തോടെ ഇരിക്കുക. എടാ എഴുതി നോക്കടാ, ചുമ്മാ എഴുതി നോക്കടാ. അന്നു മുതൽ അടുത്തൊരിഷ്ടം കൊടുത്തു. എവിടുന്ന് കിട്ടിയത്? സഭയിൽ വന്നപ്പോ. സഭ എന്തിനു വേണ്ടിയുള്ളതാ? സഭ ആത്മീക പണിക്കുള്ളതാ. സഭയിൽ വന്ന് ലോകസ്നേഹം ഒരാളിൽ കൂടിയെന്ന് പറഞ്ഞാൽ അത് മിയർ സോഷ്യൽ ക്ലബാണ്. ഇത് പറയാൻ എന്റെ ഉള്ളിൽ ഭയങ്കര നിയോഗമുണ്ട്. ഇത് പറയാൻ സമയം കഴിഞ്ഞു എന്ന് എനിക്കറിയാം. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവനോട് ഇടപെട്ട കാര്യമാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. വീട്ടൻ ജനനം എന്നുള്ളത് കേവല സ്വർഗത്തിനല്ല, വിശുദ്ധ ജീവിതത്തിനാണ്. സഭ എന്നുള്ളത് കേവലം ഫെലോഷിപ്പിനല്ല, സ്പിരിച്വൽ എഡിഫിക്കേഷൻ ഉള്ളതാണ് സഭ. ആത്മീക പക്വതയിലേക്ക് നയിക്കാനാണ് നമ്മുടെ അടുത്ത സഹോദരന്മാരെ കൊണ്ട് ഇത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഇന്നത്തെ ഒരു ട്രെൻഡ് ഉണ്ട്, ചർച്ച്ലെസ്, എനിക്ക് സഭയൊന്നും വേണ്ട, ഞാനും എന്റെ കുടുംബവും ഞങ്ങളിരുന്ന് അതല്ല ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥ. തന്നെ ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് അറിയത്തില്ല ഈ ആത്മാവിന്റെ പരമായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമയൊക്കെ എവിടാ പ്രയോഗിക്കുന്നത് വെച്ചാൽ വീടിനകത്ത് തന്റെ ഹസ്ബൻഡും വൈഫും ഇരുത്താൻ വരത്തില്ല. ഇത് ചർച്ചയിൽ വരണം. നിങ്ങൾക്കറിയാമോ, ചിലത് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോ ബസ്. ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിലെ ഒരു ഫാമിലി സ്ഥിരമായിട്ട് അവർ താമസിച്ചു വരുന്നതാണ്. നേരത്തെ പോകുന്നതാണ്. 1 ആഴ്ച 2 ആഴ്ച, ആദ്യത്തെ 2 ആഴ്ചയായപ്പോ റേഡിയോ സ്റ്റേഷനൊക്കെ പോകാനാണ്. 1 മണിക്ക് 12:15 ഇറങ്ങി പോകുന്നു. കുറെ ആഴ്ചകൾ കഴിഞ്ഞപ്പോ ഒരാൾ ഇതൊക്കെ ചോദിച്ചു, എന്താകില്ല നിങ്ങൾ കുടുംബമായിട്ട് താമസിച്ച അവർക്ക് നേരത്തെ നിന്നാലോ ബ്രദറെ പ്രശ്നമില്ല. എന്നെ അതുപോലെ ചിന്തിപ്പിച്ചു. എങ്ങോട്ടാ പോയത്? സഭയിൽ. പക്ഷെ ആളിന് മനസ്സിലായി 3-4 സഭ മാറി മാറി വരിക. ഞങ്ങൾ 10:30 കഴിയും, 10:45 ഞങ്ങൾ വരും, 10:30 ആസ്വാദം പറഞ്ഞ് ഞങ്ങൾ 12:20 ആക്കുമ്പോൾ ഈ നിന്നാലാണ് പ്രശ്നം. 10:30 മുമ്പ് വന്നാ പ്രശ്നം, 12:30 കഴിഞ്ഞ് എന്നാ പ്രശ്നം. അത് ക്ലബാണ്. യഥാർത്ഥ ദൈവസഭയിൽ 12:30 യോഗം കഴിഞ്ഞിട്ട് പിന്നെ നിൽക്കുമ്പോഴും ആ സംസാരങ്ങളിൽ എന്താ ഉണ്ടാകുന്നത്? ഷർപ്പിന്റെ കണക്കല്ല, വണ്ടിയുടെ സംസാരമല്ല, അതെല്ലാം കമ്പനിയിൽ കിട്ടും. ഹല്ലേലൂയ. വണ്ടിയുടെ സംസാരത്തെ കുറിച്ച് കമ്പനിയിലെ ആൾക്കാർ പറയാനുണ്ടല്ലോ, നമ്മുടെ വസ്ത്രത്തെ കുറിച്ച് നമ്മുടെ ബാഡ്മിന്റൺ ഫ്രണ്ട്സ് പറയാനുണ്ടല്ലോ. സഭയിൽ നിന്ന് കേൾക്കേണ്ടത് ഡ്രസ്സിന്റെ കമന്റ്സ് അല്ല, സഭയിൽ നിന്ന് കേൾക്കേണ്ടത് വണ്ടിയുടെയോ ഫ്ലാറ്റിന്റെയോ അനുഭവം അല്ല. സഭയിൽ നിന്ന് കേൾക്കേണ്ടത് അന്യോന്യം പണിയേറ്റ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ ഒക്കുന്നുണ്ടോ സഹോദര? ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ചിലരുടെ മുഖത്തെ ആ ചിരി കാണുമ്പോ എനിക്ക് മനസ്സിലാകുന്നതേ, ഇന്ന് വല്ല അമക്കി ഇത് കയ്യെ പിടിച്ചെന്ന് ചോദിച്ചാൽ സഹോദര 2025 പോയി, പ്രാർത്ഥിക്കാൻ കഴിഞ്ഞോടാ ഈ നിനക്കിപ്പോ എത്തോ പറ്റി? അതുപോലെ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലും ഇല്ലൊരു ആത്മീയനായും പറയുക. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ?
ഈ അവസ്ഥയ്ക്ക് 2026 ദൈവത്തിന് മാറ്റം കൊണ്ടുവരാനാണ്. നമ്മുടെ ഇടയിൽ വലിയ മാറ്റം ദൈവത്തിന് കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. ഇവൻ ആത്മീകത ഇവന്റെ വായിൽ നിന്ന് എങ്ങനെ വരുമെന്ന് ചിന്തിക്കുന്നവരെ ആത്മീകരാക്കി ദൈവത്തിന് മാറ്റാനുണ്ട്. നിങ്ങളുടെ ഇടയിൽ നിന്ന് നിങ്ങൾ അതിശയിക്കും. അവരുടെ സംസാരം മാറാൻ പോവുകയാണ്. അവരുടെ ജീവിത വീക്ഷണങ്ങൾ മാറാൻ പോവുകയാണ്. ദൈവത്തിന് അങ്ങനെ ചിലരെ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കാനുണ്ട്. ഇന്ന് നിങ്ങൾ അവരൊരു ആത്മീയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ അവരെ കളിയാം. നിങ്ങൾ നീ അതോ പറയുന്നേ. പക്ഷേ ദൈവത്തിന് അങ്ങനെയുള്ള കുറെ ആൾക്കാരെ എഴുന്നേൽപ്പിക്കാറുണ്ട് ഇതിനകത്ത് യങ് ഫാമിലീസ് കേൾക്കണം, യങ്സ്റ്റേഴ്സ് കേൾക്കണം. God is looking at you. You are divinely appointed in the season in this church, not to build your own kingdom, not to put worldly things on others. ലൗകികമായ കാര്യങ്ങൾ പറയാനല്ല. You are a spiritual man placed in the spiritual house to edify others. ഇതിലേക്ക് ഈ വർഷത്തിന്റെ അവസാന ഞായറാഴ്ചയിൽ കർത്താവേ, എന്റെ ഹൃദയത്തിൽ ഒരു രൂപാന്തരം വരുത്തി എനിക്ക് ആത്മീയരായി മാറണം. എനിക്ക് ആത്മീയത സംസാരിക്കുന്നവരായി മാറണം. ആത്മാവിനുള്ള പ്രത്യാശ, ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ജഡത്തിന്റെ അഭിലാഷങ്ങളെ മരിപ്പിക്കണം. ആത്മാവിനാൽ ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടത്ത്. ഈ പറയുന്ന പകയോ പിണക്കമോ ജാരശക്തിയോ ദ്വന്ദ്വപക്ഷമോ ഇതൊന്നും വരാതെ, ജഡത്തിന്റെ സംസാരം എന്നിൽ വരാതെ എന്നെ വിശുദ്ധിയിലേക്ക് നടത്തണമേ എന്ന് പറയുന്ന എത്ര പേര് ഇതിനകത്തോണ്ട് കരങ്ങളൊന്ന് ഉയർത്താം.